പ്രധാനമായിട്ടും ഇപ്പം ഇന്നലെ INLന്റെ അഹമ്മദ് ദേവർകോവിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഇവിടുത്തെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെ ഒരു നോമിനിയായിട്ട്, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ നോമിനിയായിട്ടാണ് ഇവിടേക്ക് കെട്ടിയിറക്കിയത് എന്നുള്ളതാണ്. എന്താണ് ആ വിഷയത്തിലുള്ള ഒരു മറുപടി? കാരണം ഫാത്തിമ തഹ്ലിയ വനിതാ ലീഗിന്റെ ഒരു ആളല്ല, വനിതാ ലീഗിൽ നിന്ന് വലിയ എതിർപ്പ് നിലനിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഫാത്തിമ തഹ്ലിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് കോർപ്പറേഷൻ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വെറും 2 മാസമേ ആകുന്നുള്ളൂ. അതിനിടയിൽ ഫാത്തിമ തഹ്ലിയെ അങ്ങോട്ട് കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റ് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് പോരെ, മറ്റൊന്നും ജനങ്ങളോട് ഇവർക്ക് പറയാനില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ. ഈ വിഭാഗീയതയും തമ്മിലടിപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങളല്ലാതെ ജനങ്ങളോട് വേറെ എന്തെങ്കിലും പറയാനുള്ള ഒരു മുന്നണിയോ പാർട്ടിയോ നേതാക്കന്മാരോ ആണോ അവർ? എന്തൊരു പ്രസ്താവനയാണ്! ഒരു പുതുമുഖ സ്ഥാനാർത്ഥി താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം നടന്നു വന്ന് MSFന്റെ, ഹരിതയുടെ, യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, കോർപ്പറേഷൻ കൗൺസിലറായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ വിളിച്ചു പറയാൻ അവർ ഗതികേടാണത്. CPIMന്റെ LDFന്റെയും ഗതികേടാണ് ഇങ്ങനെ വിഭാഗീയ അജണ്ടകളും വെച്ചിട്ട് രംഗത്തിറങ്ങുന്നത്. അതൊക്കെ പേരാമ്പ്രയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ തള്ളിക്കളയും. ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഉറപ്പാണ്, മറ്റൊന്നും പറയാനില്ലാത്തവരുടെ വിലാപമാണത്. ഈ മമ്മൂട്ടി ഇന്നലെ വീഡിയോ കോളിൽ രമേശ് പിഷാരടിക്ക് പിന്തുണ കൊടുക്കുന്നു. ആസിഫ് അലി പറയുന്നു പ്രചാരണത്തിനായി വേണമെങ്കിൽ എത്താമെന്ന് പറയുന്നു. ഇത് ഈ രമേശ് പിഷാരടി എന്ന സിനിമാ നടന് മാത്രം ലഭിക്കുന്ന പിന്തുണയാണോ, അതോ UDFനോടൊരു പിന്തുണ ഇൻഡയറക്റ്റ് ആയാലും ഈ കേന്ദ്രങ്ങളിലൊക്കെ വരുന്നുണ്ടോ? അതിനകത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രമേശ് പിഷാരടി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടതാണ്. അപ്പം അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിനിമാ നടനായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ സിനിമാ നടന്മാർ പ്രചരണം ചെയ്തതിൻ്റെ പേരിലോ ജയിച്ചു എന്ന് കേൾക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രാഷ്ട്രീയം ഇവിടെ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞത്. 1. 2, ആസിഫ് അലിയൊക്കെ പറഞ്ഞതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ അധികാരത്തിൽ വരണം. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭയങ്കര പ്രോ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രോ UDF സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. അപ്പം പിഷാരടിക്കുള്ള പിന്തുണയും സ്നേഹം തന്നെ ആയിരിക്കാം. ആ പിന്തുണയും സ്നേഹം കൊടുക്കുമ്പോൾ പിഷാരടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അതിനെതിരായിട്ട് പിഷാരടിക്ക് ഒരു പിന്തുണ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ അവർ വരണോ വേണ്ടേ എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞ് ഞാനായിട്ട് ആരും വിളിക്കില്ല. കാരണം എൻ്റെ പൊളിറ്റിക്സ് അത് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്തുണച്ചവർക്ക് നന്ദി. ഒപ്പം ഈ നേരിട്ട് UDFും NDAയും തമ്മിൽ തന്നെയാണോ പാലക്കാട് ഇത്തവണ മത്സരം ചിത്രം? അപ്പോൾ പാലക്കാട്ടെ മത്സര ചിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകൾ, 2016 തെരഞ്ഞെടുപ്പ്, 21 തെരഞ്ഞെടുപ്പ്, 19 ലോക്സഭ, 24 പിന്നെ ലോക്സഭ, ഇപ്പം അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പം കഴിഞ്ഞ ലോക്കൽ ബോഡി. അപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ അക്കാര്യത്തിൽ ക്ലിയറാണ്. അവിടെ BJP എത്ര വലിയ ക്ലെയിം മുന്നോട്ട് വെച്ചാലും അവിടെ അവർ ജയിക്കാൻ പോകുന്നില്ല. അത് അവർക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഉറപ്പുവരുത്താൻ അവിടെ കഴിയുന്നത് UDFനാണ് എന്നുള്ളതും അവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പം അത് വേറെ കൺഫ്യൂഷൻസ് ഒന്നും വോട്ടർമാർക്കിടയിലില്ല. വോട്ടർമാർക്ക് ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്.